വീണ്ടും ഒരു കപ്പൽ അപകടത്തിൻ്റെ നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബേപ്പൂർ തീരത്ത് നിന്നും 40 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു സിംഗപ്പൂർ കപ്പലിന് തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്ന വലിയ ദുഃഖകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നു. നമുക്കറിയാം, നടുക്കം മാറുന്നതിന് മുമ്പ് തന്നെ കേരള തീരത്ത് വീണ്ടും ഒരു കപ്പൽ അപകടം നടന്നിരിക്കുന്നു എന്ന വലിയ ഞെട്ടിക്കുന്ന വാർത്ത വന്നിരിക്കുന്നു. കപ്പലിൽ 650 കണ്ടെയ്നറുകളായിരുന്നു ഉള്ളത്. ഇതിൽ 50 കണ്ടെയ്നറുകളും ഈ ഒരു തീപിടുത്തത്തിൽ കടലിലേക്ക് മറിഞ്ഞിട്ടുണ്ട് എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. ഇതിൽ ഈ ഒരു കപ്പലിൽ 40 ജീവനക്കാരായിരുന്നു ഉള്ളത്. ഒരു സിംഗപ്പൂരിയൻ കപ്പലായിരുന്നു. ഇത് കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന യാത്രയിലാണ് ഈ ഒരു കപ്പലിന് തീപിടുത്തമുണ്ടായത്. കപ്പലിൽ തീപിടുത്തമുണ്ടായതിനു ശേഷം ഇതിൻ്റെ താഴത്തെ ഡക്കിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഈ ഒരു പൊട്ടിത്തെറിയിൽ വലിയ നാശനഷ്ടവും വലിയ തീപിടുത്തം വ്യാപനവുമാണ് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരിക്കുന്നത്. കപ്പലിലാകട്ടെ 40ഓളം ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു തീപിടുത്തത്തെ തുടർന്ന് പ്രാണരക്ഷാർത്ഥം ഇതിൽ 22ഓളം ആളുകൾ കടലിലേക്ക് ചാടുകയായിരുന്നു. ഈ ഒരു ചാടിയതിൽ നിന്നും 12 പേരെ ഇപ്പോൾ ബേപ്പൂർ തീരത്ത് നിന്നും പോയ കോസ്റ്റ് ഗാർഡ് നേവിയുമൊക്കെ രക്ഷിച്ചിട്ടുണ്ട് എന്ന ആശ്വാസകരമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇനിയും കപ്പലിൽ അവശേഷിക്കുന്ന ബാക്കിയുള്ള എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ട ശ്രമങ്ങളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നേവിയുടെ ഭാഗത്തു നിന്നുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. 650 കണ്ടെയ്നർ ചരക്കുമായി കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ വാൻഹായ് 103 എന്ന സിംഗപ്പൂർ കപ്പലിനാണ് നടുക്കടലിൽ വെച്ച് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്തിന് തൊട്ടടുത്ത് വെച്ച് ഇത്തരത്തിൽ വലിയ ഒരു അപകടമുണ്ടായി. തീപിടിച്ചുള്ള അപകടത്തിൽ വലിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായി. കോസ്റ്റ് ഗാർഡ്, നേവി, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുമൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യക്കാരും ഈ ഒരു കപ്പലിലെ ജോലിക്കാരായിട്ടില്ലായിരുന്നു. ഒപ്പം തന്നെ വലിയ ഒരു ആശങ്ക ഉണർത്തുന്നു. ഇനി ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നറുകൾ, കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടും തീരത്തേക്ക് അടിയും. അത് ഏത് ദിശയിലേക്ക് എത്തുമെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയൂ. നമുക്കറിയാം, ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചി തീരത്തിന് സമീപത്ത് വെച്ചുണ്ടായ കപ്പൽ അപകടത്തിൽ നിന്നും കടലിലേക്ക് പോയ കണ്ടെയ്നറുകളൊക്കെ കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം, കൊച്ചി തീരങ്ങളിലേക്കൊക്കെ അടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ആഘാതം മാറുന്നതിന് മുമ്പാണ് വീണ്ടും ഒരു കപ്പൽ അപകടവും ഇതോടൊപ്പം തന്നെ കണ്ടെയ്നറുകൾ കടലിലേക്ക് മറിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ വരും മണിക്കൂറുകളിലെ വാർത്തകൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. താങ്ക്